ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പോസ്റ്റ് ഓഫീസിലേക്ക് നടന്നാണ് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അജയന് നല്ല പനിയാണ്, ബി.പിയും കുറച്ച് ഹൈ ആയിട്ടുണ്ട്. അതുകൊണ്ട് റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു. കുഞ്ഞും അജയൻ്റെ വീട്ടിലുണ്ട്. ഞാൻ നടന്നു പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ കുറച്ച് ദൂരമുണ്ട് പോസ്റ്റ് ഓഫീസിലേക്ക്. ഞാനിങ്ങനെ നടക്കുകയാണ് റോഡ് സൈഡിൽ കൂടെ. ഇത് കുറച്ച് അപകടം നിറഞ്ഞ യാത്രയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെയൊക്കെ വളവുകൾ അത്രയും ഭീകരമാണ്. ഒരുപാട് ആക്സിഡൻറ്റ്സ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിലും ഫുൾ റോഡ് സൈഡിലൊക്കെ കാട് നിറഞ്ഞു കിടക്കുകയാണ്. മഴയായതുകൊണ്ട് തെന്നുന്നുമുണ്ട്, സൈഡൊക്കെ തെന്നുന്നുണ്ട്. പിന്നെ കുറച്ച് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടി വന്ന് നമ്മൾ സൈഡ് കൊടുത്ത് നീങ്ങാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് കാനയാണ്, ഓടയ്ക്കകത്ത് വീഴും. അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ നടന്നു പോവാണ്. ഇപ്പോൾ പഞ്ചായത്ത് റോഡാണ് ഈ കാണുന്നത്. പഞ്ചായത്തിലേക്ക് നമുക്ക് കയറി പോകുന്ന ഒരു വഴിയാണ്. മെയിൻ റോഡ് വഴി നമുക്ക് തിരിച്ച് വരാം. ഇപ്പം ഞാൻ പഞ്ചായത്ത് റോഡ് വഴി കയറി ഒരു ഷോർട്ട് കട്ടെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു മല കയറി ഇറങ്ങിയാണ് പോസ്റ്റ് ഓഫീസിലേക്ക് എത്താൻ പോകുന്നത്. അപ്പോൾ ഈ റോഡിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റൂട്ട് വീണ്ടും നമുക്ക് മുകളിലേക്ക് കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ പോകുന്ന വഴിയൊക്കെ നല്ല പൂക്കളും ഒക്കെ കണ്ട്, ചക്കയൊക്കെ കണ്ട് നല്ല ഭംഗിയൊക്കെ ആസ്വദിച്ച് പോവാം. ഇവിടുന്ന് റോഡ് മൂന്നായിട്ട് തിരിയുന്നുണ്ട്. മേളിലോട്ട് പോകുന്ന റോഡാണെങ്കിൽ കോടതിയിലേക്ക് പോകുന്ന റോഡാണ്. ഇതിപ്പോൾ നമ്മൾ പീരുമേട് ജംഗ്ഷനിൽ ചെന്ന് ചേരുന്ന റോഡ് വഴിയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലേ പോകുമ്പോഴത്തേക്കും ഒരുപാട് ഗവൺമെൻറ് ഓഫീസുകൾ കാണാം. ഇത് മജിസ്ട്രേറ്റിൻ്റെ ബംഗ്ലാവാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത കെട്ടിടങ്ങളാണ് ഇവിടെ അധികവും ഉള്ളത്. അപ്പോൾ ഒത്തിരി ഗവൺമെൻറ് ഓഫീസസ് ഇവിടെ അടുത്തുണ്ട്. ഓഫീസാണെങ്കിലും താലൂക്ക് ഓഫീസ്, പഞ്ചായത്ത്, അതുപോലെ നമ്മുടെ ഇതിപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് കാണാൻ പറ്റുന്നത് നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഫോറസ്റ്റ് ഓഫീസാണ്. അങ്ങനെ ധാരാളം ഓഫീസുകൾ, ഗവൺമെൻറ് ഓഫീസുകൾ തിങ്ങി നിറഞ്ഞ ഒരു സ്ഥലമാണ് ഇത്. ഈ റൂട്ടിലേക്ക് കയറി വരുമ്പോഴാണ് നമുക്ക് എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും പോകാനുള്ള റൂട്ടുകൾ കാണാൻ പറ്റും. എല്ലാം ഒരു കുന്നിൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ഉള്ളത്. പിന്നെ ഇതിപ്പോൾ കാണുന്നത് നമ്മുടെ കുഞ്ഞ് പഠിച്ച അംഗൻവാടിയാണ്. അവിടെ അംഗൻവാടി ഇപ്പോഴും ഉണ്ട്. വെക്കേഷനാണെന്ന് പറഞ്ഞാൽ അംഗൻവാടി ഓപ്പൺ ആണ്. അവിടെ കുട്ടികളുടെ ബഹളമൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. പിന്നെയും കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓഫീസ് ഇവിടെയാണ്. ഓഫീസ് കാണാൻ പറ്റും. അതുപോലെ ഒത്തിരി ഗവൺമെൻറ് ഓഫീസുകളുണ്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും. അങ്ങനെ ഞാൻ എല്ലാം കണ്ട് ആസ്വദിച്ചൊക്കെ ഇങ്ങനെ പോയിക്കഴിഞ്ഞ് ഇങ്ങനെ നടന്ന് വന്നിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. ഇതൊരു ഗവൺമെൻറ് ഓഫീസാണ് ഈ കാണുന്നത്. അതേപോലെ BSNLൻ്റെ ഓഫീസാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചാണ്. അങ്ങനെ എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. ഗവൺമെൻറ് ഓഫീസുകളുടെ ഒരു ഏരിയ ആണ് ഇത്. കാരണം പീരുമേട് താലൂക്കാണല്ലോ, ഏറ്റവും വലിയ താലൂക്ക് പീരുമേടാണ്. അപ്പം പീരുമേട് താലൂക്കിൻ്റെ എല്ലാ ഹെഡ് ഓഫീസുകളും ഇവിടെയാണുള്ളത്. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് SMS ക്ലബിൻ്റെ മുന്നിലൂടെയാണ്. ഇത് 100 വർഷം പഴക്കമുള്ള ക്ലബ്ബാണ്. പണ്ട് ശ്രീമൂലം തിരുനാളിൻ്റെ രാജസഭയായിരുന്നു. അത് പിന്നീട് ആർട്സ് ക്ലബ്ബാക്കി മാറ്റിയതാണ്. ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ്. അതിനോട് കൂടിയിട്ട് ക്ലബിൻ്റെ ലൈബ്രറി ഉണ്ട്, വായനശാലയുണ്ട്. അത് വൈകുന്നേരങ്ങളെ തുറക്കുള്ളൂ. ഇത് നമ്മുടെ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ. ഞാൻ എങ്ങനെ നടന്ന് അവസാനം നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ഇതൊന്ന് റിനോവേറ്റ് ചെയ്തെടുത്തതാണ്. നേരത്തെ ഭയങ്കരമായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു അവസ്ഥയിലായിരുന്നു. അതിന് നമ്മൾ കുറച്ച് കംപ്ലയിൻറ്റ്സ് ഒക്കെ കൊടുത്ത് അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇതൊന്ന് റിനോവേഷന് വേണ്ടിയിട്ടുള്ള അവസ്ഥയിലെത്തിയത്. ഇപ്പോൾ എന്തായാലും ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി പെയിൻറ്റിങ്ങും കൂടെ ബാക്കിയുള്ളൂ. പീരുമേട് ജംഗ്ഷൻ കടന്നാണ് ഞാൻ വന്നത്. അവിടെ ഒന്നും എടുത്തിട്ടില്ല, കാരണം ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു അവിടെ. ഇപ്പോൾ എനിക്കൊരു ചമ്മലുണ്ട് ഈ ഫോണുമായിട്ട് ഇങ്ങനെ ക്യാമറയായിട്ട് നടക്കാൻ. അപ്പോൾ ഈ കാണുന്നത് എൻ്റെ പഴയ വീടാണ്. എൻ്റെ ഓർമ്മകൾ ഫുള്ള് ഈ വീട്ടിലാണുള്ളത്. ഇപ്പോൾ ആ വീടൊക്കെ വിറ്റു. കുറേ വർഷമായി, 10-12 വർഷങ്ങൾക്ക് മുകളിൽ അച്ഛനും അമ്മയും ആ വീടൊക്കെ വിറ്റിട്ട് ഇവിടെ നിന്ന് പോയതാണ്. അപ്പോൾ ആ വീടിൻ്റെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. എപ്പോഴും എന്തെങ്കിലും കയ്യിൽ പൈസ വരുന്ന സമയത്ത് ആ വീടൊന്ന് തിരിച്ച് വാങ്ങിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ട്. ഇപ്പം ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്, കുറച്ച് വളവുകൾക്കപ്പുറം. ഇതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് വളവുകളാണ്. ഇവിടെയൊക്കെ ഒത്തിരി ആളുകൾ ഇങ്ങനെ വണ്ടി കയറി വന്നിട്ട് കുഴിയിലേക്കൊക്കെ വീണിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്തെങ്കിലും ഒരു സുരക്ഷാ സംവിധാനം ഉണ്ടാക്കാൻ പഞ്ചായത്ത് ശ്രമിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല.
എങ്ങനെയായാലും ഈ മേഖലയെല്ലാം അപകടം നിറഞ്ഞ മേഖലകളാണ്. ഒരുപാട് ആക്സിഡൻറ്റ്സ്, പ്രത്യേകിച്ചും ശബരിമല സീസണിൽ ഒരുപാട് ആക്സിഡൻറ്റ് നടക്കുന്ന ഒരു ഏരിയയാണിത്. ഈ ഭാഗത്ത് മാത്രം റോഡ് ഇവിടെയും റോഡ് പുതിയതായിട്ട് പണിതൊന്ന് കുറച്ച് വീതി കൂട്ടിയതാണ്. ഭയങ്കര കൊടുംവളവായിരുന്നു. പിന്നെ ഞാൻ വീട്ടിലേക്ക് കയറാൻ പോവുകയാണിപ്പോൾ. അന്നേരമാണ് ഈ സൈഡിൽ കണ്ടോ ഫുള്ള് വേസ്റ്റ് കൊണ്ടിട്ടിരിക്കുകയാണ്. ഇത് രാത്രി കാലങ്ങളിൽ പലരും വേസ്റ്റ് കൊണ്ടിടുകയാണ്. ഈ സൈഡിൽ റോഡ് സൈഡിൽ തന്നെ വേസ്റ്റ് കൊണ്ടിടുന്ന ഒരവസ്ഥയാണ്. ഇത് KK റോഡാണ് കേട്ടോ. KK റോഡാണ്, അതായത് NH ആണ്, നാഷണൽ ഹൈവേ ആണ്. ഞാൻ ഈ നടന്നു വന്ന വഴിയല്ല. ഇവിടെ ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ്. ഈ ഭാഗത്തൊരു വീടുണ്ടായിരുന്നു മേളിൽ, അതവർ പൊളിച്ചു. എന്നിട്ട് ആ പൊളിച്ചതിൻ്റെ ആ മതിലും ഒക്കെ ഇടിഞ്ഞ് ആ ഫുള്ള് അവിടെ നിന്ന് മുറിച്ച മരങ്ങളും ആ തടിയും അവിടുത്തെ മണ്ണും ഒക്കെ റോഡിലേക്ക് വീണ് കിടക്കുന്നുണ്ട്. അത് ഇതുവരെ അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ടില്ല. അവിടെ കാട് പിടിച്ചിട്ട് മനുഷ്യർക്ക് നടക്കാൻ വയ്യാത്ത സിറ്റുവേഷനിലാണ് അവിടെ കിടക്കുന്നത്. അങ്ങനെ നടന്ന അവശയായി ഞാൻ തിരികെ വീട്ടിലേക്ക് കയറുകയാണ്. ഇനി ഇച്ചിരി വെള്ളം കുടിക്കണം വീട്ടിൽ ചെന്നിട്ട്. എന്തായാലും മഴ മാറി നിന്നത് എൻ്റെ ഭാഗ്യം. ഇപ്പോൾ ആ മഴക്കാറ് മൂടി വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാമേ.